ടൈറ്റിൽ പറയും. ഓക്കെ. അപ്പോൾ അത് ആരാണ് എന്താണെന്ന് കൂടി രീതിയിലേക്ക് അതിൻ്റെ ഒപ്പം ചേർത്ത് വെക്കണം. റെഡി? യെസ്. ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ല മച്ചാ, ഒന്ന് ആലോചിച്ച് നോക്കി. സോ ആദ്യത്തെ ടൈറ്റിലോട്ട് പോട്ടെ. ഓക്കെ. കഠിനാധ്വാനം. ഓക്കെ, അത് ജിൻഡോ ചേട്ടന. എനിക്കിഷ്ടായി. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. പുള്ളി ഹാർഡ് വർക്കറാണ്. അപ്പോൾ പുള്ളി ഹാർഡ് വർക്ക് ചെയ്ത് അതുകൊണ്ട് അതിന്റെ റിസൾട്ടാണ് പുള്ളിക്ക് അത് കിട്ടിയതൊക്കെ. പുള്ളി ഇങ്ങനെ ഒരു ദിവസത്തിലേക്ക് എത്താൻ ആരുടെ ഹെൽപ്പ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് തന്നെ വരണം. പരദൂഷണം. പരദൂഷണം വരുന്നു. ഈശ്വര, എന്റെ മാനം പോയത് തന്നെ. ഞാനിപ്പോ ഇറങ്ങിയപ്പോഴാണ് കുറെ പരദൂഷണം കണ്ടത്, ജാസ്മിൻ്റെ ഒക്കെ. അപ്പോ സന്തോഷായി, നല്ല സന്തോഷായി. എന്നോട് പരദൂഷണം ഞാൻ ഇപ്പൊ കണ്ടു, കുറെ വീഡിയോസ് കണ്ടു. അവൻ ടിക്കറ്റ് ഫിനാലെ അവന് കിട്ടരുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് മോശമായി പോയി ബിജു, മോശമായി പോയി. എടാ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നിനക്ക് വിഷമായ? എനിക്ക് വിഷമമായി. എവിടേക്കോ ഈ കല്യാണം നടക്കുന്നതിന് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ കുറെ കൂടെ ഈസി ആവുന്നതുകൊണ്ട് അഭിഷേക് അല്ലേ കുറെ പേരെ കല്യാണം മുടങ്ങിന്ന് മനസ്സിലായി. പക്ഷെ ഇന്ന് രാവിലെ എന്റെ പ്രഷർ കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിന്. എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞ കൊച്ചമ്മക്കല്ലയോ അതിന്റെ നാണക്കേട്. പക്ഷെ എന്റെ കുറെ കല്യാണം ഇങ്ങോട്ട് ആലോചന വരാൻ തുടങ്ങി. ഞാൻ ഇപ്പൊ ഇൻസ്റ്റയിൽ ഇപ്പൊ 2 ദിവസമായിട്ട് എനിക്ക് ലവ് ലെറ്റേഴ്സ് കുറെ വന്നിട്ടുണ്ട്. ലവ് ലെറ്റർ ഞാൻ ഇരുന്ന് വായിക്കും. എല്ലാവർക്കും നമുക്ക് അനുഭവം ഉള്ളതാണ്. പ്രേമം എന്ന് പറഞ്ഞാ പെരുമ്പാമ്പ് മാതിരിയാ, ചുറ്റി വരിഞ്ഞിട്ട് ഒടുക്കോങ്ങ് വീങ്ങും. പെങ്കൊച്ച് എനിക്ക് ലവ് ലെറ്റേഴ്സ് അയച്ചു. പിന്നെ ആരണ്ടൊക്കെ എന്തൊക്കെയോ ഒരു പെങ്കൊച്ച് ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഭയങ്കര പ്രേമൊക്കെ എന്റെ. അതുപോലെ നിനക്കും വേണ്ടടാ. ആ, ദൈവം തരും. നമുക്ക് വിടാം. സഹതാപം. നോറ. ഞാനോ? അതെ, ഒരു 5-6 പ്രാവശ്യം. ഓ, അത് ഞാൻ ചെലപ്പോ പറഞ്ഞു കാണും. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞ് വീട്ടുകാരൊക്കെ പറയും അങ്ങനെയൊക്കെ. അപ്പൊ ഒരു സാധാരണ പിടിക്കലും ക്യാമറയുടെ മുന്നിൽ പോയിരുന്ന ഫുൾ കരച്ചിലും. A bad carpenter always quarrel with his tools. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.